നമസ്കാരം. ഗാസയിലെ ജനത പട്ടിണിയിലും മരണത്തിന്റെ വക്കിൽ കരയുമ്പോൾ ഇസ്രയേൽ നേതാക്കളുടെ നിലപാട് കൂടുതൽ ക്രൂരവും ഭീഷണിപരവുമാവുകയാണ്. വെടിനിർത്തലുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളെ അവഗണിച്ചുകൊണ്ട് ഗാസ നഗരത്തെ തന്നെ നിലം പൊത്തുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സ് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഹമാസ് അംഗീകരിച്ച കരാറുകളോട് പോലും സഹകരിക്കാതെ ബന്ദികളെ മുഴുവൻ വിട്ടുതരാതെ യുദ്ധവിരാമമില്ല എന്ന നിലപാടിൽ സയനിസ്റ്റ് ഭരണകൂടം ഉറച്ചു നിൽക്കുന്നു. 22 മാസത്തെ യുദ്ധത്തിൽ ഇതിനകം 60,000-ലധികം പേരുടെ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ പുതിയ ഭീഷണികൾ ഗാസയെ പൂർണ്ണമായും മാനുഷിക നരകത്തിലേക്കാണ് തള്ളിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായുള്ള ഇസ്രയേലി നേതാക്കൾ നടത്തുന്ന പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്. അത് ഗാസയിൽ വെടിനിർത്തൽ അംഗീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെ. ഈജിപ്തും ഖത്തറും അമേരിക്കയും മധ്യസ്ഥത വഹിക്കുന്ന ചർച്ചയിൽ മുന്നോട്ട് വെച്ച കരാർ ഹമാസ് അംഗീകരിച്ചിരുന്നു. എന്നാൽ ഇസ്രയേൽ അതിനോട് അനുകൂല സമീപനമല്ല സ്വീകരിച്ചത്. ഇപ്പോഴത്തെ തങ്ങളുടെ വരുതിക്ക് വന്നില്ലെങ്കിൽ സകലതും നശിപ്പിച്ചു കളയുമെന്ന ഭീഷണി കൂടി പുറപ്പെടുവിച്ചിരിക്കുകയാണ് സയനിസ്റ്റ് ഭരണകൂടം. ഇസ്രയേൽ മുന്നോട്ട് വയ്ക്കുന്ന വ്യവസ്ഥകൾ അംഗീകരിക്കുവാൻ ഹമാസ് തയ്യാറായില്ലെങ്കിൽ ഗാസ നഗരം ഒന്നടങ്കം നശിപ്പിക്കുമെന്നാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സിന്റെ ഭീഷണി. ഗാസ പിടിച്ചെടുക്കുവാനുള്ള നടപടികൾ ഇസ്രയേൽ ആരംഭിച്ചുവെന്ന അറിയിപ്പിന് പിന്നാലെയാണ് ഇത്തരത്തിൽ പുതിയ ഭീഷണികളും പുറത്തുവരുന്നത്. ഗാസ നഗരത്തെ നരകമാക്കി മാറ്റുമെന്നാണ് കാറ്റ്സ് പറയുന്നത്. റഫയുടെയും ബെയ്ത് ഹനൂനിന്റെയും വിധിയായിരിക്കും ഗാസ നഗരത്തിനുമെന്നാണ് കാറ്റ്സിന്റെ മുന്നറിയിപ്പ്. മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കാതെ വെടിനിർത്തൽ സാധ്യമാകില്ലെന്നും ഇസ്രയേലി പ്രതിരോധ മന്ത്രി പറയുന്നു. അതേസമയം സമ്പൂർണ്ണ യുദ്ധവിരാമം ഉണ്ടായാൽ മാത്രമേ മുഴുവൻ ബന്ദികളെ കൈമാറൂ എന്നാണ് ഹമാസിന്റെ നിലപാട്. നിലവിൽ ഹമാസ് അംഗീകരിച്ച വെടിനിർത്തൽ കരാർ പ്രകാരം 60 ദിവസത്തെ പ്രാരംഭ വെടിനിർത്തലിനിടെ ബന്ദികളിൽ പകുതി പേരുടെയും കുറച്ച് ഫലസ്തീൻ തടവുകാരുടെയും മോചനം സാധ്യമാകും. ഒപ്പം ഗാസയിലേക്കുള്ള സഹായ വിതരണം കൂടുതൽ അനുവദിക്കുകയും ചെയ്യും. അന്താരാഷ്ട്ര ആഭ്യന്തര എതിർപ്പുകൾ വ്യാപകമായിരുന്നിട്ടും ഗാസ നഗരത്തിൽ വൻതോതിലുള്ള ആക്രമണ പദ്ധതികൾക്ക് ഇസ്രയേൽ മന്ത്രിസഭ അംഗീകാരം നൽകിയതിന് പിന്നാലെയാണ് ഇസ്രയേൽ കാറ്റ്സിന്റെ ഭീഷണി. നേരത്തെ ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കാറ്റ്സിന്റേതിന് സമാനമായ പ്രസ്താവന നടത്തിയിരുന്നു. ഭീഷണി ആയിരുന്നില്ലെങ്കിൽ പോലും ബന്ദികളെ പൂർണ്ണമായി മോചിപ്പിക്കാതെ വെടിനിർത്തലിൽ ഇല്ല എന്ന നിലപാടിലായിരുന്നു നെതന്യാഹു. 22 മാസമായി ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യയിൽ 62,192 പേരാണ് കൊല്ലപ്പെട്ടത്. ഗാസ സമ്പൂർണ്ണ പട്ടിണിയിലാണെന്ന് കഴിഞ്ഞ ദിവസം UN ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഭക്ഷ്യലഭ്യത നിർണ്ണയിക്കുവാൻ ഉപയോഗിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ സംവിധാനങ്ങൾ നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഗാസയിൽ UN ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. 5 ലക്ഷത്തിലധികം ഫലസ്തീനികൾ പട്ടിണിയിലും ദാരിദ്ര്യത്തിലുമാണെന്നും മരണത്തിന്റെ വക്കിലാണെന്നുമാണ് UN ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ഗാസയിൽ പട്ടിണി ഇല്ലെന്നാണ് ഇസ്രയേലിന്റെ വിദേശകാര്യ മന്ത്രാലയം വാദിക്കുന്നത്. UNന്റെ കണ്ടെത്തലുകൾ ഹമാസിന്റെ കള്ളത്തരങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നും അവകാശപ്പെടുന്നുണ്ട് സയനിസ്റ്റ് ഭരണകൂടം. ഗാസ നഗരം പിടിച്ചെടുക്കുന്നതിന്റെ ഭാഗമായി മേഖലയിലെ മുഴുവൻ ആളുകളിലെയും അതായത് 10 ലക്ഷം മനുഷ്യരോട് ഗാസയുടെ തെക്കൻ ഭാഗത്തേക്ക് പോകുവാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇസ്രയേൽ സൈന്യം. ഇത് നിലവിൽ അവശേഷിക്കുന്ന ആരോഗ്യ സംവിധാനങ്ങളെ പോലും തകർക്കുന്നതാണെന്നാണ് ഗസൻ ആരോഗ്യ മന്ത്രാലയം പറയുന്നത്. ഗസൻ നഗരത്തിൽ വൻതോതിലുള്ള ആക്രമണം നടത്തുന്നത് നിരപരാധികളുടെ മരണനിരക്ക് കൂട്ടുവാൻ കാരണമാകുമെന്നാണ് UN പറയുന്നത്. ഗാസ നഗരത്തിലെ പുതിയ സൈനിക നടപടി മാനുഷിക പ്രതിസന്ധിയെ കൂടുതൽ ആഴത്തിലാക്കുമെന്ന ആശങ്കയും UN പങ്കുവയ്ക്കുന്നു. ഇതിനിടയിലാണ് എല്ലാത്തരം വെടിനിർത്തൽ ചർച്ചകളെയും അട്ടിമറിക്കുന്ന തരത്തിൽ സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ ഭീഷണി കൂടി പുറത്തുവന്നത്. സർവ്വസന്നാഹങ്ങളുമായി ഗാസ സിറ്റി പിടിച്ചെടുക്കുവാൻ തന്നെയാണ് ഇസ്രയേൽ നീക്കം. ഇതിനായി കരയുദ്ധം വ്യാപിപ്പിക്കുവാനാണ് ഇസ്രയേൽ ഒരുങ്ങുന്നത്. സബ്ര പ്രദേശത്തേക്ക് ഇസ്രയേൽ കവചിത വാഹനങ്ങൾ വന്നെത്തിയ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. സെയ്തൂൺ പ്രവിശ്യയുടെ അടുത്ത സ്ഥലമാണ് സബ്ര. 10 ലക്ഷത്തിലേറെ ജനങ്ങൾ പാർക്കുന്ന ഗാസ സിറ്റിയിലേക്ക് കരയുദ്ധം വ്യാപിപ്പിക്കുന്നത് വൻ ആൾനാശത്തിനാകും വഴിയൊരുക്കുക. ബന്ദികളുടെ ജീവനും ഇതോടെ അപകടത്തിലാകുമെന്ന് ചൂണ്ടിക്കാട്ടി ഇസ്രയേലിൽ പ്രതിഷേധവും മറ്റും ഈ ബന്ധുക്കളിലും പ്രതിഷേധമൊക്കെ അരങ്ങേറുന്നുണ്ട്. ഇസ്രയേൽ ദേശീയ സുരക്ഷാ മന്ത്രിയും തീവ്ര വലതുപക്ഷ നേതാവുമായ ഇറ്റമർ ബെൻഗ്വിറിനെയും കുടുംബത്തെയും ബന്ദിമോചന പ്രക്ഷോഭക്കാർ തടഞ്ഞിരുന്നു. യുദ്ധം നീട്ടിക്കൊണ്ടുപോയി ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കുന്നതിന്റെ ഉത്തരവാദിത്തം ബെൻഗ്വിറിനാണെന്നാണ് പ്രക്ഷോഭകർ ആരോപിച്ചത്. കഴിഞ്ഞ ദിവസം ഗാസയിൽ ഇസ്രയേലി ആക്രമണങ്ങളും വെടിവെപ്പിലും കുറഞ്ഞത് 33ഓളം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിരുന്നു. ടെന്റുകളിൽ അഭയം തേടുന്നവരോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് ക്ഷാമം അനുഭവിക്കുന്നവരോ ഒക്കെയാണ് ഇത്തരത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഗാസയിലെ ഏറ്റവും വലിയ നഗരത്തിലെ ക്ഷാമം 22 മാസത്തെ ആക്രമണത്തിന് ഇസ്രയേലിന്മേൽ പുതിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നാണ് പ്രാദേശിക ആശുപത്രികൾ പറയുന്നത്. ഗാസ നഗരത്തിൽ ക്ഷാമം പടരുമ്പോഴും ഒരുപക്ഷെ ദിവസങ്ങൾക്കുള്ളിൽ ഒരു പുതിയ സൈനിക നടപടിയിലൂടെ ഗാസ നഗരം നശിപ്പിക്കപ്പെടുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി മുന്നറിയിപ്പ് നൽകുകയാണ്. 2023 ഒക്ടോബർ 7 ഹമാസിന്റെ ആക്രമണത്തെ തുടർന്ന് ആരംഭിച്ച യുദ്ധം ഗാസയിലേക്ക് പ്രവേശിക്കുന്ന ഭക്ഷണത്തിനും മെഡിക്കൽ സാധനങ്ങൾക്കും ഇസ്രയേൽ മാസങ്ങളായി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും പട്ടിണിക്ക് കാരണമാകുമെന്ന് സഹായ സംഘടനകൾ വളരെ കാലമായി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്.
ഡാറ്റ അടിസ്ഥാനമാക്കിയുള്ള ക്ഷാമ പ്രഖ്യാപനം പൂർണ്ണമായി നുണയെന്നാണ് ഇസ്രയേൽ പറയുന്നത്. ഇസ്രയേലിന്റെ അടുത്ത നടപടികൾക്കായി മധ്യസ്ഥർ കാത്തിരിക്കുന്നതിനാൽ വെടിനിർത്തൽ ശ്രമങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ്. തെക്കൻ ഗാസയിൽ ഇസ്രയേലി ആക്രമണങ്ങളിൽ നിരവധി പേരാണ് കൊല്ലപ്പെടുന്നത്. അവരിൽ തന്നെ പകുതിയിലധികം പേരും സ്ത്രീകളും കുട്ടികളും എന്നാണ് മോർച്ചറി രേഖകളും നാസർ ആശുപത്രിയിലെ ആരോഗ്യ ഉദ്യോഗസ്ഥരും പറയുന്നത്. ഖാൻ യൂനീസിലെ കുടിയിറക്കപ്പെട്ട ആളുകൾ പാർപ്പിച്ച കൂടാരങ്ങളെയാണ് ഈ ആക്രമണങ്ങളുടെ ലക്ഷ്യമിട്ടതെന്നാണ് ഉദ്യോഗസ്ഥർ പ്രതികരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.